ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു തക്കാളി രസം. അതതിൻ്റെ പേര് പോലെ തന്നെ അത് മാത്രം കൂട്ടി വേണമെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഇച്ചിരി ടേസ്റ്റി ആയിട്ട് ഒരു രസം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് ചതച്ചെടുക്കാനുള്ള കുറച്ച് സംഗതികളുണ്ട്. ഒരു 4 ഐറ്റംസ്. കുരുമുളക് 2 ടീസ്പൂൺ കുരുമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇതിൽ കുരുമുളക് സെപ്പറേറ്റ് അരക്കണം, ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 2-3 വറ്റൻമുളക്, വേപ്പില, മല്ലിയില. ഇത് ഞാൻ തക്കാളി പുഴുങ്ങിയതിൻ്റെ തൊലി പൊളിച്ച് വെച്ചിരിക്കുക. പിന്നെ കുറച്ച് പുളി. അപ്പോൾ എനിക്ക് പുളി അത്ര ഇഷ്ടമില്ല, അതിന് പകരം ഞാൻ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. പുളി കുറച്ച് ചേർക്കുന്നുണ്ട്, കൂടുതലൊന്നും ചേർക്കുന്നില്ല. കടുക്, ഉലുവ. ഇനി പൊടികളായിട്ട് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ വറുതാളിക്കാനുള്ള എണ്ണയും ചേർക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. നമ്മൾ ചതച്ചെടുക്കാനുള്ളതൊക്കെ ചേർത്ത് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, കുരുമുളക് ചതച്ചത്, പിന്നെ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പുളിവെള്ളം പിഴിഞ്ഞെടുത്തിട്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കും. എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവായും കൂടി ഇടും. നമ്മൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവായുമാണ് എടുത്ത്. കടുകിടുന്നു, ഉലുവ ഇടുന്നു. പൊട്ടിക്കഴിയുമ്പോൾ വേപ്പില ഇടുക. അതിൻ്റെ കൂടെ വറ്റൻമുളകും കൂട്ടിട്ട് തീ സിമ്മിൽ വെക്കുക. അടുത്തായിട്ട് ഈ ചതച്ചത് 3 കൂടെ ഇടുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് അവസാനം ഇടാം, ആവശ്യത്തിന് ഉപ്പ് അവസാനം. ഈ പരുവത്തിന് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിന് നല്ല കട്ടിയുള്ള ഒരു കടായിയാണ് വെച്ചിരിക്കുന്നത്. ഓഫ് ചെയ്തിട്ട് ഈ പൊടികളൊക്കെ ഇടുക. ഈ കുരുമുളക് ചേർത്തത്, അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഒക്കെ ഇടും. തക്കാളി, പുളിവെള്ളം, നമ്മൾ ഹൈ ഫ്ലെയിമിലായിട്ടിരിക്കുന്നു. കായപ്പൊടി. ഈ തിളച്ച് കഴിഞ്ഞ് ബാക്കി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം, വെള്ളം ചേർക്കണം. അതിന് ഇപ്പോൾ ഒരു 3-4 കപ്പ് വെള്ളം വേണം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇത് കിടന്നങ്ങ് തിളക്കണം. ഇത് തിളച്ച് കഴിഞ്ഞ് ഇതിനോട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ കോരി ഒരു 4 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയപ്പോഴും ഉപ്പ് വളരെ കുറവാണ്. 1 ടീസ്പൂൺ കൂടെ ഇടാം. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റ് അങ്ങ് തിളക്കണം. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്, കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. അപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഇനി നമ്മൾ അവസാനത്തെ മിനുക്കുപണി എന്ന് പറയുന്നത് മല്ലിയില ഇടുക. മല്ലിയില ഇട്ട് നമ്മുടെ തക്കാളി രസം റെഡിയായി. ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.